ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇഡി ഇന്ന് ECIR രജിസ്റ്റർ ചെയ്തേക്കും. കേസെടുക്കാൻ ഇഡിക്ക് കേന്ദ്ര അനുമതി ലഭിച്ചിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ അഡീഷണൽ ഡയറക്ടർ നിശ്ചയിക്കും. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ കേസിലെ മുഖ്യ കണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനുണ്ട് കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു, അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഇഡിക്ക് കേന്ദ്രം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി നൽകിയത് 2 ദിവസം മുൻപാണ്. എന്തായാലും ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ഇഡി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പറയൂ ജിജീഷ്. രാഖി, ഇക്കാര്യത്തിൽ ഒരു കൂടുതൽ ശക്തമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. അതായത് ATS എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നതാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിലേക്ക് എത്തുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം നിലവിൽ ATSന്റെ അന്വേഷണത്തിൽ നിരവധി ആളുകളെ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. നിരവധി തലങ്ങളിലേക്ക് അന്വേഷണം നീളേണ്ടതുണ്ട്. എന്നാൽ അവിടേക്കൊന്നും എത്തുന്ന അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അടക്കം വിമർശനങ്ങൾ ATSന് പല ഘട്ടങ്ങളിലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ പല തവണ ശ്രമിച്ചു. കോടതിയുടെ ഒരു നിയന്ത്രണവും ഒപ്പം തന്നെ നിരീക്ഷണവും വാക്കാലുള്ള പരാമർശങ്ങളും നിരന്തരമായി വിമർശനങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും അന്വേഷണം ATS മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം ഏറ്റെടുക്കാനുള്ള കേന്ദ്ര അനുമതി ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഇന്റലിജൻസ് സംവിധാനമുണ്ട്. ആ ഇന്റലിജൻസ് സംവിധാനം നൽകിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് നിലവിലെ സ്വർണ്ണ കവർച്ചാ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട ഒരു കേസാണ്. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കാനുള്ള സാധ്യത, വിദേശത്തേക്ക് ഫണ്ടുകൾ വരാനും വിദേശത്ത് നിന്ന് ഫണ്ടുകൾ തിരികെ എത്താനുമുള്ള ഒരു സാധ്യത എന്നിവയെല്ലാം തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റിപ്പോർട്ടിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ആവശ്യമെന്നും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നടത്തേണ്ടതാണ് എന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടറെ തുടർ നടപടികൾക്ക് ചുമതലപ്പെടുത്തുകയും അഡീഷണൽ ഡയറക്ടർക്ക് അന്വേഷണ ചുമതല അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള അധികാരം നൽകുകയും വരെയുള്ള നടപടികളാണ് നിലവിൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ഘട്ടമെന്ന് പറയുന്നത് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കുക എന്നതാണ്. കേന്ദ്ര അനുമതിയാവുകയും ED ഡയറക്ടർ അടക്കം അന്വേഷണത്തിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തതോടുകൂടി ഇന്നോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസമോ അന്വേഷണ സംഘം ECIR രജിസ്റ്റർ ചെയ്യും. ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്യും. ഏറ്റവും പ്രമാദമായ കേസുകൾ, പ്രധാനപ്പെട്ട കേസുകൾ അന്വേഷിച്ച് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സീനിയറായ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനെയായിരിക്കും ഈ കേസ് ഏൽപ്പിക്കുക എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ, അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവർക്ക് ഈ കേസുമായുള്ള പങ്കാളിത്തം കൃത്യമായി തന്നെ പുറത്തു വന്നതാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തലത്തിലാണ് അവർ പങ്കാളികളായത് എന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ തന്നെ ഈ ആളുകളെ ചോദ്യം ചെയ്യും. പിന്നീടാണ് രാജ്യാന്തര സ്വർണ്ണക്കടത്തിലേക്ക് വെളിച്ചം വീശുന്ന കണ്ണികളിലേക്ക് കൂടി അന്വേഷണം എത്തുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുക. കാരണം വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ പങ്കാളിത്തം അടക്കം സംശയിക്കാവുന്ന നിരവധി വിവരങ്ങൾ, നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ATSന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. എന്നാൽ സമഗ്രമായി മുഴുവൻ രേഖകളും ശേഖരിക്കാൻ ATSന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ATS കണ്ടെത്തിയ തെളിവുകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. ATS കണ്ടെത്തിയ രേഖകൾ മുഴുവൻ കൈമാറാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഏതാനും രേഖകൾ മാത്രമാണ് കൈമാറിയത്. ഇത് മാത്രമാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന കാര്യമാണ് ATS വ്യക്തമാക്കിയത്. എന്നാൽ EDയെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രധാനപ്പെട്ട നിരവധി രേഖകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളുടെ മിനിറ്റ്സുകളുണ്ട്. അതെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കണം. ഇതൊന്നും തന്നെ ATSനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ ലഭിച്ചില്ല എന്നതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രധാനമാണ്. അതിൽ തന്നെ ECIR എത്രയും വേഗം രജിസ്റ്റർ ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ED. ശരി ജിജീഷ്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ED ഇന്ന് ECIR രജിസ്റ്റർ ചെയ്തേക്കും. നമുക്കറിയാം കേസെടുക്കാൻ ഇഡിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഇഡി എന്നുള്ളതാണ്.